Hi friends, welcome to my channel Pipette and Burette. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. സെറ്റ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു പോർഷനാണ് നാനോ കെമിസ്ട്രിയിൽ നിന്നും. അപ്പം ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആർ ടു ടൈപ്സ്. Classification of nanomaterials based on chemical composition and the second one is classification of nanomaterials based on dimension. നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് മെയിനായിട്ട് രണ്ടായിട്ടാണ്. കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻ്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദെയർ ഡയമെൻഷൻസ്. Classification of nanomaterials based on dimension are four types: 0 dimension, 1 dimension, 2 dimension and 3 dimension. നാനോമെറ്റീരിയൽസിനെ ഡയമെൻഷൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് നാലായിട്ടാണ്: 0 dimension, 1 dimension, 2 dimension and 3 dimension. സോ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Based on their dimensionality, nanomaterials are classified into four types. They are 0 dimension, 1 dimension, 2 dimension and 3 dimension. എന്താണ് 0 dimension nanomaterials എന്ന് നോക്കാം. Nanomaterials with all external dimension at the nanoscale, that is between 1 to 100 nanometer. നമ്മൾ പറഞ്ഞു നാനോമെറ്റീരിയൽസിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1 to 100 നാനോമീറ്ററിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയും, അതിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് എല്ലാം തന്നെ നാനോ സ്കെയിലായിരിക്കും. നാനോ മെറ്റീരിയൽസ് വിത്ത് ഓൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് അറ്റ് നാനോ സ്കെയിൽ, ദേ ആർ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലാണെങ്കിൽ അങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസിനെ നമ്മൾ 0 ഡയമെൻഷൻ എന്ന് പറയുന്നു. ഈ ഒരു ക്ലാസ് ഓഫ് നാനോ മെറ്റീരിയൽസിനകത്ത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ക്വാണ്ടം ഡോട്ട്സ് പറയാം. അതുപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ആയ നാനോസ്ഫിയർ, ഫുള്ളറീൻസ് ഒക്കെ ഈ ഒരു 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിൻ്റെ കീഴിൽ വരുന്നു. അപ്പോൾ 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 1 ഡയമെൻഷൻ? നമുക്ക് നോക്കാം. 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് വിത്ത് 2 external dimension at the nano scale and third one being usually at micro scale. 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിനകത്ത് 2 എക്സ്റ്റേണൽ ഡയമെൻഷൻസ് നാനോ സ്കെയിലായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് മൈക്രോ സ്കെയിലും ആയിരിക്കും. അങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസിനെയാണ് 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ് ഓഫ് നാനോ മെറ്റീരിയൽസിൻ്റെ കീഴിൽ നാനോ ട്യൂബ്സ്, നാനോ വയേഴ്സ്, നാനോ റോഡ്സ്, നാനോ ഫൈബേഴ്സ്, നാനോ ബാർസ് ഒക്കെ വരുന്നു. അപ്പം എക്സാമിന് നമുക്ക് ചോദിക്കാവുന്നത് ഏതെങ്കിലും നാനോ ട്യൂബ്സും ഫുള്ളറീൻസ്, ഡയമണ്ട്സ്, ഗ്രാഫീന്, ഇങ്ങനെ കുറേ എക്സാമ്പിൾ തന്നിട്ട് ഇതിലേതാണ് 1 ഡയമെൻഷനകത്ത് പെടുന്നത്, അല്ലെ ഏതാണ് 0 ഡയമെൻഷനകത്ത് പെടുന്നത്, അങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ കൃത്യമായി നോക്കി വെക്കുക. തേർഡ് വൺ, 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് വിത്ത് ഓൺലി 1 എക്സ്റ്റേണൽ ഡയമെൻഷൻ അറ്റ് ദ നാനോ സ്കെയിൽ. നാനോ മെറ്റീരിയൽസിൻ്റെ ഒരു എക്സ്റ്റേണൽ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ നാനോ സ്കെയിലിൽ, ബാക്കിയെല്ലാം നാനോ സ്കെയിലിന് ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. ഇത് എക്സ്റ്റേണൽ ഡയമെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻറ്റേർണൽ ഫീച്ചേഴ്സിൽ അവർ നാനോ മെറ്റീരിയൽസ് തന്നെയാണ്. ഇനി എക്സ്റ്റേണൽ ഡയമെൻഷൻസ് വെക്കുമ്പം ഒരു സൈഡ് മാത്രം നാനോ സ്കെയിലും ബാക്കി രണ്ടും ഔട്ട് ഓഫ് നാനോ സ്കെയിലുമാണെങ്കിൽ അതിനെ 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നു. ഈ ഒരു ക്ലാസ് ഓഫ് മെറ്റീരിയൽസിനകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ്, ഗ്രാഫീൻ,
nanoplates. അടുത്ത 3-dimension nanomaterials. Nanomaterials that are not confined to the nanoscale in any dimension. ഒരു ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കത്തില്ല. അങ്ങനെയുള്ളവയാണ് 3-dimension nanomaterials എന്ന് പറയുന്നത്. നാനോ കോമ്പോസിറ്റ്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, പോളിക്രിസ്റ്റൽസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോമെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. 0 dimension, 1 dimension, 2 dimension, 3 dimension നമ്മൾ പറഞ്ഞു. 4 ക്ലാസ് ഓഫ് നാനോമെറ്റീരിയൽസ് ഉണ്ട് ഡയമെൻഷൻസ് അനുസരിച്ച്. 0 ഡയമെൻഷനകത്ത് എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. അതിന് എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്, ക്ലസ്റ്റേഴ്സ്, നാനോസ്ഫിയേഴ്സ്, ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറിൻസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. 1 dimension എന്ന് പറയുമ്പം 2 ഡയമെൻഷൻ മാത്രം നാനോ സ്കെയിലിലും 3rd 1 മൈക്രോ സ്കെയിലിലുമായിരിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ 1 dimension നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കാർബൺ നാനോ ട്യൂബ്സ്, നാനോ റോഡ്സ്, നാനോ വയേഴ്സ്, നാനോ ബാർസ് ഒക്കെ 1 dimensionൽ വരുന്നു. 2 dimension നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ നാനോ സ്കെയിലിലും ബാക്കി രണ്ടും ഔട്ട് ഓഫ് നാനോ സ്കെയിലിൽ വരുന്നതിനെയാണ് 2 dimension എന്ന് പറയുന്നത്. നാനോ ലെയേഴ്സ്, നാനോ ഫിലിം, ഗ്രാഫീൻ ഓക്സൈഡ് ഒക്കെ 2 dimensionനകത്ത് വരുന്നു. 3 dimension നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഡയമെൻഷൻസ് എല്ലാം നാനോ സ്കെയിലിലല്ലായിരിക്കും. എല്ലാ ഡയമെൻഷൻസും ഔട്ട് ഓഫ് നാനോ സ്കെയിലുള്ളവയാണ് 3 dimension നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നാനോ ഫ്ലവേഴ്സ്, ഗ്രാഫൈറ്റ്, പോളിക്രിസ്റ്റൽ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഓക്സൈഡ് ഒക്കെ 3 dimension നാനോ മെറ്റീരിയൽസിനകത്ത് വരുന്നു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. കെമിക്കൽ കോമ്പോസിഷൻ്റെ ബേസിലും ഡയമെൻഷൻസിൻ്റെ ബേസിലും. സോ എന്താണ് കെമിക്കൽ കോമ്പോസിഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ്റെ കീഴിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷനകത്ത് വരുന്നത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്, സിറാമിക് നാനോ മെറ്റീരിയൽസ്, മെറ്റൽ ആൻഡ് മെറ്റൽ ഓക്സൈഡ് നാനോ മെറ്റീരിയൽസ്, സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസ്, പോളിമെറിക് നാനോ മെറ്റീരിയൽസ്, ലിപ്പിഡ് ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ഇത്രയുമാണ് കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അത് നമുക്ക് കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ആണ്. 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 0 dimension, 1 dimension, 2 dimension ആൻഡ് 3 dimension. മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോർഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ താങ്ക് യു.